ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വാർത്തയായിരുന്നു പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരവും പിന്നീട് സന്ദീപ് വാര്യറും പോലീസും തമ്മിലുള്ള കയ്യാങ്കളിയുമെല്ലാം. ഒരു കാലത്ത് നാം നിരന്തരം വാർത്താ ചാനലുകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് സന്ദീപ് വാര്യർ. അപ്പോൾ സന്ദീപ് വാര്യർ അന്ന് BJPയുടെ പക്ഷത്തായിരിക്കുമ്പോൾ അങ്ങനെ സമരങ്ങളിലൊന്നും അധികം കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ സജീവമായി തന്നെ സമരങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി മാറുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് തലവേദനയായി മാറുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയാണ്. അത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കെ സുരേന്ദ്രനെ വെല്ലുവിളിക്കുന്നു. കെ സുരേന്ദ്രനെ തൃശ്ശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു എന്ന് സന്ദീപ് വാര്യർ. പക്ഷേ അതിന് പിന്നാലെ തന്നെ DCC സന്ദീപ് വാര്യറിനെതിരെ രംഗത്ത് വരികയാണ്. അത് തീരുമാനിക്കാൻ താൻ ആരാ എന്ന രീതിയിലുള്ള ചോദ്യം ഉന്നയിക്കുകയാണ്. അത് വളരെ കൃത്യമാണല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച പൊട്ടിമുളച്ച സന്ദീപ് വാര്യർ എങ്ങനെയാണ് തൃശ്ശൂരിൽ തനിക്കെതിരെ മത്സരിക്കാൻ സുരേന്ദ്രനെ വെല്ലുവിളിക്കാൻ കഴിയുക? അവിടെ ഈ കുട്ടിക്കാലം മുതൽ തന്നെ KSUവും യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്ന് കോൺഗ്രസിലെത്തിയ എത്ര മികച്ച നേതാക്കളുണ്ട്. അവർ സ്വപ്നം കാണുന്നുണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി മാറണമെന്ന്. അപ്പോൾ ഇത്രയും നാൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള രാജീവ് ഗാന്ധി, നെഹ്റുവിനെ എല്ലാം അതിനിശ്ചിതമായി വിമർശിച്ചിരുന്ന രാഹുൽ ഈ സന്ദീപ് വാര്യർ എങ്ങനെ പെട്ടെന്ന് അവിടെ സീറ്റ് നൽകും? എന്തായാലും അദ്ദേഹം സീറ്റിന് വേണ്ടി അടി വാങ്ങുകയാണ്. അടി വാങ്ങാൻ അയാൾ തയ്യാറുമാണ്. എന്തായാലും മറ്റൊരു ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇത് തന്നെയാണ്. ഒരു കാലത്ത് BJPയിൽ നമുക്കറിയാം പല നേതാക്കളുണ്ട്. BJPയിൽ പല നേതാക്കളും യുവമോർച്ചയിലൂടെ വളർന്നു വന്നത് സമരത്തിലൂടെയാണ്. അത് ഏറ്റവും അവസാനം പരിശോധിച്ചാൽ കെ സുരേന്ദ്രന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. കോവളം കൊട്ടാരം സമരം അടക്കമുള്ള അദ്ദേഹത്തിന്റെ യുവത്വത്തിൽ അങ്ങനെ കൃത്യമായി സമരം ചെയ്താണ് അദ്ദേഹം BJPയിലേക്ക് വരുന്നത്. ഈ സന്ദീപ് വാര്യറിന്റെ വരവ് നാം പ്രതീക്ഷിച്ചാൽ, അതിനെക്കുറിച്ച് നാം നിരീക്ഷിച്ചാൽ കാണാവുന്നത്, അദ്ദേഹം പെട്ടെന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. അതിന് കൃത്യമായി വാക്കുകളിലൂടെ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിയുന്നു. പിന്നീട് അദ്ദേഹം പ്രസിഡന്റായി, സെക്രട്ടറിയായി വരുന്നു, വക്താവായി മാറുന്നു. അങ്ങനെ പെട്ടെന്നൊരു വളർച്ച. അത് അപ്പോൾ തന്നെ BJPയിലെ പല യുവമോർച്ചയിലെ പല നേതാക്കൾ ഇതിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇദ്ദേഹത്തെ ഇത്തരത്തിൽ പെട്ടെന്ന്, കാരണം സമരം ചെയ്യുന്നില്ല. എത്ര സമരങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നോക്ക്, എല്ലാ സമരങ്ങളിലും അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതെന്തുകൊണ്ട്? കോൺഗ്രസിൽ വന്നാൽ പ്രവർത്തിക്കുകയും വേണം. BJPയേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചാലേ ഇവിടെ സീറ്റ് കിട്ടുകയുള്ളൂ. ഇവിടെ അതല്ലേ പലരും സൂചിപ്പിച്ച, പണ്ട് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അന്ന് പത്തനാപുരത്ത് പോയി ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി വലിയ രീതിയിൽ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. അന്ന് പ്രകടനം നടത്തിയപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അന്ന് ഗണേഷ് കുമാർ രംഗത്തെത്തിയിട്ട് പറഞ്ഞത് ഇതാണ്: കോൺഗ്രസിനുള്ളിൽ തന്നെ സീറ്റിന് വേണ്ടി തമ്മിലടി. അപ്പോഴാണ് കസേര കിട്ടിയില്ലെന്ന് വിഷമവും പറഞ്ഞു മറ്റൊരാൾ വന്ന് കോൺഗ്രസിൽ ചേരുന്നത്. അത് കൃത്യമാണ്. ഇദ്ദേഹം പാലക്കാട് നിന്ന് എന്തിനാണ് പിണങ്ങിപ്പോയത്? കസേര കിട്ടിയില്ല. ഒരു ദിവസം പകലാണല്ലോ ഈ വാർത്ത വരുന്നത്. BJPക്കുള്ളിൽ ആഭ്യന്തര കലഹം രൂക്ഷം, സന്ദീപ് വാര്യർ പിണങ്ങിപ്പോയി. അതിന്റെ ചോദ്യം എന്തായിരുന്നു? ഇദ്ദേഹം കൺവെൻഷനിൽ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുന്നു. ഇദ്ദേഹം സ്റ്റേജിലേക്ക് കയറുമ്പോൾ കസേര ലഭിക്കുന്നില്ല. ആ വിഷമത്തിൽ അദ്ദേഹം തിരിച്ചു പോകുന്നു. അത് തന്നെയാണ് കൃഷ്ണകുമാറും പറഞ്ഞത്. ഇദ്ദേഹം വേദിയിൽ വരുമ്പോൾ കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വേദിയിൽ ഇല്ലാത്തതെന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഇദ്ദേഹം ദുഃഖം പറയുന്നു. ആ ദുഃഖം എന്താണ്? കസേര ലഭിച്ചില്ല. കസേര ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം പാർട്ടി വിട്ടുപോയി. നാം കേട്ടിട്ടുള്ളത് അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കാത്ത ഒരു സംഘടനയാണ്, പ്രവർത്തകരാണ് BJPയിലുള്ളതെന്ന്. കാരണം നമുക്കറിയാം, കോൺഗ്രസിനായാലും അതോടൊപ്പം തന്നെ LDFനായാലും കേരളത്തിൽ നിരന്തരം അധികാരം ലഭിക്കുന്നുണ്ട്. അവർ പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും അവർ ഭരിക്കുന്നുണ്ട്. അങ്ങനെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ജനപ്രതിനിധികളുള്ള, അത് പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ജില്ലയിലായാലും കോർപ്പറേഷനിലായാലും നിയമസഭയിൽ, അങ്ങനെ ആയിരക്കണക്കിന് ജനപ്രതിനിധികളുള്ള രണ്ട് പാർട്ടികൾ ആണല്ലോ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും. അത്രത്തോളം ഒരു സ്വാധീനം BJPക്കില്ല. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർക്ക് അധികാരത്തെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവുണ്ട്. അങ്ങനെ അധികാരത്തെക്കുറിച്ചുള്ള ധാരണക്കുറവുള്ളത് കൊണ്ട് തന്നെ അവർ പരമാവധി BJPയിൽ തന്നെ ആശയം കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അധികാരം മോഹമുണ്ടെങ്കിൽ അവർക്ക് മറ്റു പാർട്ടികളിലേക്ക് പോകും. അവിടെ ആശയം ഉയർത്തിക്കാട്ടിയാണ്, ദേശീയത ഉയർത്തിക്കാട്ടിയാണ് അവർ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം ഉടനെ മറുകണ്ഠം ചാടിയിട്ട് പറയുകയാണ്, കോൺഗ്രസ് കേന്ദ്രത്തിലും അധികാരത്തിലില്ല, ഇവിടെയും അധികാരത്തിലില്ല, അതുകൊണ്ട് ഞാൻ കോൺഗ്രസിലേക്ക് വരികയാണെന്ന്
ചൂണ്ടിക്കാട്ടി അദ്ദേഹം മറുകണ്ഠം ചാടി. ഇപ്പോൾ മുസ്ലിം ലീഗ്, അതിലെ മറ്റൊരു കാര്യമുണ്ടല്ലോ, അദ്ദേഹം കോൺഗ്രസിലെത്തി, നല്ല കാര്യം. അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിലെത്തിയിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ KC വേണുഗോപാലിനെ കാണാൻ തയ്യാറാകും മുൻപ് തന്നെ അദ്ദേഹം ഓടിയത് പാണക്കാട്ടിലേക്കാണ്. ഇപ്പോൾ പാണക്കാട് തങ്ങളുമായാണ് അദ്ദേഹത്തിന് സ്നേഹം, മുസ്ലിം ലീഗുമായാണ് സ്നേഹം. ഇതിലൂടെ തന്നെ മനസ്സിലാകും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രത്തിൽ ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ദയനീയമായി തന്നെ പരാജയപ്പെടും, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തും. അവിടെയുള്ള സീറ്റ് മോഹികളും ഗ്രൂപ്പ് കളിക്കുന്നവരും ഇദ്ദേഹത്തെ ദയനീയമായി പരാജയപ്പെടുത്തും. ആ ധാരണ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ പല നേതാക്കളും ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നതാണ്. ആ മുസ്ലിം ലീഗിന്റെ മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ കൊല്ലം മുതൽ അങ്ങ് തലശ്ശേരി വരെ വിവിധ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു ദയനീയമായി പരാജയപ്പെട്ടു. അവസാനം ലീഗിന്റെ ശക്തി കേന്ദ്രമായ, ലീഗിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള കാസർഗോഡും മഞ്ചേശ്വരത്തും MLA ഉള്ള, ഉദുമയിലും അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാടും സ്വാധീനമുള്ള ആ മണ്ഡലത്തിൽ, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുക. അദ്ദേഹം ആദ്യമായി വിജയിക്കുകയും ചെയ്തു, അത്ഭുതകരമായി വിജയിച്ചു. അതിലൂടെ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് മുസ്ലിം ലീഗിന്റെ സംഘടനാ സംവിധാനം, കൃത്യമായ സംഘടനാ സംവിധാനം, ചതിക്കാത്ത സംഘടനാ സംവിധാനം, അത് തന്നെയാണ് നാം നിലമ്പൂരും കണ്ടത്. നിലമ്പൂരിലും കോൺഗ്രസ് പറയുകയാണ് ഇത് ഞങ്ങളുടെ വിജയം. നിങ്ങളുടെ വിജയമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞില്ല? ചേലക്കര വിജയിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പാലക്കാട് വിജയിക്കാൻ കഴിഞ്ഞു. അവിടെയും കൃത്യമായ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട്. പിന്നീട് ഇപ്പോൾ നിലമ്പൂർ ഉയർത്തിക്കാട്ടുകയാണ്. നിലമ്പൂരും മുസ്ലിം ലീഗിന്റെ വലിയ തട്ടകമല്ലേ? അവിടുത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ, പോസ്റ്റർ ഒട്ടിക്കാൻ, ചുവരെഴുതാൻ, വോട്ടർ പട്ടിക വെരിഫിക്കേഷൻ ചെയ്യാൻ, ബൂത്തിലിരിക്കാൻ, എല്ലാവരും കൃത്യമായി തന്നെ വോട്ട് പിടിക്കാൻ തന്ത്രങ്ങളുമായി മുസ്ലിം ലീഗ് ഉണ്ട്. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ ഈ സന്ദീപ് വാര്യർ മുസ്ലിം ലീഗിന്റെ പുറകെ പോകുന്നത്. ഇതിപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് തവന്നൂരടക്കമുള്ള പല സീറ്റുകളിലും, തവന്നൂരടക്കമുള്ള മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സീറ്റുകളിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടിയേക്കാൾ കൂടുതൽ പങ്കെടുക്കുന്ന മുസ്ലിം ലീഗിന്റെ പരിപാടിക്കാണ്. അതിനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു MLA ആകണം. അത് തന്നെയാണ് പലരും ഇതിനെ അദ്ദേഹത്തെ അധികാരമോഖി എന്ന് വിളിക്കുന്നുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ താല്പര്യം. ചിലപ്പോൾ കുറച്ചു നാളുകളായി തന്നെ 10-20 വർഷമായി അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇദ്ദേഹം പണ്ടൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു SFI പ്രവർത്തകനായിരുന്നു, പിന്നീടാണ്, ഇപ്പോൾ പറയുന്നു അദ്ദേഹം കുട്ടിക്കാലം മുതലേ സംഘപരിവാറുമായി ബന്ധപ്പെട്ടെന്ന്. അദ്ദേഹം പണ്ടൊരു പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുകയാണ്, ഞാൻ SFI പ്രവർത്തകനായിരുന്നു കുട്ടിക്കാലത്ത്, പിന്നീടാണ് അത് BJP-യിലേക്ക് വരികയും ഇപ്പോൾ BJP-യിൽ നിന്നും കോൺഗ്രസിലേക്ക് പോവുകയും, പിന്നെ കോൺഗ്രസിലേക്ക് പോകുകയും എന്ന് നാം പറയുമ്പോൾ അന്ന് ഈ BJP-യിൽ നിന്നും ഇദ്ദേഹം കലഹിച്ച് നിന്നിരുന്ന സമയത്ത് ബാലൻ ചേട്ടൻ എന്നെ സമീപിച്ചു എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും ഇനി ബാലൻ ചേട്ടനോടൊപ്പം പോകുമോ, അതോ BJP-യോടൊപ്പം പോകുമോ, അതോ ഇനി ഏതെങ്കിലും പുതിയ പാർട്ടിയോടൊപ്പം പോകുമോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാനായി മറ്റൊരു പാർട്ടി ഉണ്ടല്ലോ, അൻവറിന്റെ പാർട്ടി, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുമോ എന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഏത് മണ്ഡലത്തിലായാലും കോൺഗ്രസിന് വിജയിച്ചു കയറുക എന്നത് വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ദേഹം അനങ്ങി സമരം ചെയ്ത് അടി വാങ്ങിയാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം UDF തന്നെയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കിയപ്പോൾ അതിനെ നെഗറ്റീവായി തിരിച്ചടിക്കുന്ന രീതിയിലേക്കായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം വന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിൽ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ തന്നെ നേതാവ് പറയുകയാണ്, മുസ്ലിങ്ങളുടെ ആവശ്യമാണ് ഇനി അധികാരത്തിൽ വരുന്നത്, കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അത് മുസ്ലിങ്ങളുടെ ആവശ്യമാണെന്ന്. അങ്ങനെ മതമായി ചിന്തിക്കുകയാണ് ഈ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ വോട്ട് വാങ്ങിയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ മത്സരിക്കാൻ നിൽക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. അദ്ദേഹത്തിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്.